അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുന്നുംപുറത്താണ്. ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം പൈലിങ്ങൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, ടൈം പ്ലാനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് NH66 അപ്ഡേഷൻ വീഡിയോ ആണ്, ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ചേരനല്ല ഒരു ഭാഗത്തോടെ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ എടപ്പള്ളി സ്റ്റേഷൻ കവലായ മണ്ടൻ എടപ്പള്ളി പാലത്തിലാണ്. ആക്ച്വലി ഈ പാലം കൊണ്ട് ഇപ്പോഴും യാതൊരു പ്രയോജനമില്ല. ഇനി നാളെ നിങ്ങൾക്ക് ആർക്കൊരു ഉപകാരം പോലും ഉണ്ടാകാൻ പോകുന്നില്ല. ആകെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാത്രം അതിൻ്റെ അടിയിൽ ഒന്നും ചെയ്യും. കാരണം ഈ പാലം കൊണ്ടൊരു ഗുണമില്ല. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ലെഫ്റ്റ് എടുത്ത വഴി ഇപ്പോൾ ബ്ലോക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നേരെ ലെഫ്റ്റ് എടുക്കേണ്ടി വന്നായിരുന്നു. ആക്ച്വലി ഈ കാണുന്ന പോലീസ് നിൽക്കുന്ന ബോട്ടൊക്കെ പൊളിച്ചാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല റോഡിൽ വീതിയാക്കാൻ പറ്റും. എന്തായാലും കണ്ടറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതാണ് ഏറ്റവും വലിയ കട്ട ട്രാഫിക്കുള്ള ജംഗ്ഷൻ. അതും എടപ്പള്ളിയാണ്. എടപ്പള്ളി സ്റ്റേഷനാണ്. നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്ന ലുലു മോളാണ്, ലെഫ്റ്റ് സൈഡിൽ MRI. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒത്തിരി റെസ്റ്റോറൻറ്റൊക്കെ പൊളിച്ചു മാറ്റി ഇപ്പോൾ രണ്ടാമത് പുതിയതായിട്ട് പണിതേക്കുമാണ്. എന്തായാലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഇവിടെ കാനഡയാണെന്ന് തോന്നുന്നു, എന്താണ്ടും വർക്ക് നടന്നായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര കട്ടപ്പൊടിയാണ്. മഴ സമയത്ത് ഒന്നുണ്ടെങ്കിൽ ചെളി, ചൂട് സമയത്ത് ഒന്നുണ്ടെങ്കിൽ പൊടി. അതുപോലെ റോഡാണെങ്കിൽ നല്ല കുണ്ടും കുഴി. അതുകൊണ്ട് ഇതിലെ സൂക്ഷിച്ച് കണ്ട് പോയില്ല എങ്കിൽ പണി കിട്ടും. കണ്ടോ ലെഫ്റ്റ് സൈഡിലത്തെ ചെള്ള ഉണ്ടോ, കട്ട ചെള്ളയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ലുലു മോളിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി വെളുത്തിട്ടുണ്ടാവും. അത്രമാത്രം പൊടിയാണ് ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഈ പൊടിയൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ എടപ്പള്ളി ROBയിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പണ്ടത്തെ NH17 അതെന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓർമ്മകളുണ്ടാകും. കാരണം ആ റോഡും ഈ റോഡും കൂടി കയറും ഒന്നാം ചാൻസ് ഉണ്ട്. പണ്ടത്തെ NH17 കാണുന്നത്. എന്തായാലും അതിനെപ്പറ്റി വീട് നമ്മൾ നേരത്തെ ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാ നമ്മളിതാ പുതിയതല്ല, ആക്ച്വലി 2003 തീർക്കേണ്ട പാലമായിരുന്നു. പക്ഷേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പാലം കംപ്ലീറ്റ് ആയത്. ഇതാണ് എടപ്പള്ളിയിൽ ROB. റൈറ്റ് സൈഡിൽ തന്നെ പുതിയ ROBൻ്റെ വർക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 60-70% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 30% കൂടെ ഉണ്ട്. 60-50% വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ റോഡ് ഇത്തിരി വീതി കൂട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ROBയിലോട്ട് പ്രവേശിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ വളരെ മോശമായത് കൊണ്ട് സൂക്ഷിച്ചും കണ്ട് പോകാം. റോഡിലൊക്കെ മറ്റേ കുണ്ടും കുഴി ഉണ്ട്. അതുപോലെ തന്നെ റോഡ് പാച്ച് വർക്ക് അയക്കുന്നത് കൊണ്ട് അലൈൻമെന്റ് കറക്റ്റല്ലാത്തത് കൊണ്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ കുതിരപ്പുറത്ത് പോകുമ്പോഴാണ് ഇതിലെ പോകുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മളിതാ കുന്നുംപുറം ഭാഗത്ത് ആക്ച്വലി എടപ്പള്ളി ROBനെ പറ്റി നേരത്തെ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്താണ്. കുന്നുംപുറം ജംഗ്ഷനേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ബ്ലോക്ക് അടിഞ്ഞുവിടാൻ ചാൻസും ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പൈലിംഗ് വർക്കിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എടുത്ത് കളയേണ്ടി വരും. കണ്ട റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നശിഞ്ഞ് നടക്കലായിട്ട്. എന്തായാലും NH66 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ റോഡൊക്കെ നല്ല കണ്ടീഷൻ ആകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മളിതാ കുന്നുംപുറം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടേ. ഒരു രക്ഷയില്ല കേട്ടോ. പൊടിയുടെ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. കട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ കട്ടപ്പൊടി. കണ്ട ഇവിടെ പുതിയൊരു ഫ്ലൈ ഓവർ ഉണ്ടാകുമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഫ്ലൈ ഓവർ ഇല്ലെങ്കിൽ പണി പാളും. ആക്ച്വലി ഇവിടുന്ന് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ചേതന സിഗ്നലിൻ്റെ അപ്പുറം വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഭാഗത്തുള്ള ബ്ലോക്ക് എല്ലാം ക്ലിയർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുന്നുംപുറത്താണ്. ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം പൈലിങ്ങൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ കുന്നുംപുറത്ത് നിന്നും ആക്ച്വലി നമ്മളിതാ പോവുകയാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഓവർ ആയാൽ തന്നെ ജസ്റ്റ് സിഗ്നലില്ലാതെയും ജംഗ്ഷനില്ലാതെ പോകാൻ പറ്റണം. കാരണം ഇവിടുത്തെ ബ്ലോക്ക് നേരെ ചെന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് ചെന്ന് കുന്നുകൂടാൻ അവസരം ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ പിന്നെയും ബ്ലോക്ക് ആകത്തുള്ളൂ. കാരണം ബ്ലോക്ക് അങ്ങാടും ഇങ്ങാടും മാറും. നമ്മൾ ഇടത്തേക്കാലിലും വന്ന് വലത്തേക്കാലിലും മാറുന്ന പോലെ ബ്ലോക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയാൽ പോലെ. കാരണം കംപ്ലീറ്റ്ലി ഒരു സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ചേരനൽ ഭാഗത്ത് എത്താറുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടുത്തെ വണ്ടികൾ ഫ്രീ ആയി വന്നിട്ട് നേരെ അടുത്ത ജംഗ്ഷനിലേക്ക് ഒന്ന് കുന്നുകൂടുക. അപ്പോൾ അവിടെ ബ്ലോക്ക് ആവൂലേ. അപ്പോൾ ട്രാഫിക് സിഗ്നൽ ഉണ്ടാകരുത്. അതുപോലെ തന്നെ ജംഗ്ഷൻ ഇല്ലാതെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ U-turn രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മളിപ്പോൾ ഓൾമോസ്റ്റും ചേനലൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ചില ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ വളരെ മോശമാണ്. പിന്നെ ഇവിടെ ഭയങ്കര കട്ട പൊടി ശല്യമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശാപം. കാരണം മഴ സമയത്താണെങ്കിൽ ചെളി, ചൂട് സമയത്താണെങ്കിൽ പൊടി. എന്തായാലും അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇതൊക്കെ സോൾവ് ആവും എന്നൊക്കെ പ്രതീക്ഷിക്കാം.
എന്തായാലും എത്രയും പെട്ടെന്ന് എന്നെ ചെറുത്തിൽ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, സ്പീഡിൽ പോകാൻ പറ്റണം. പക്ഷേ ജംഗ്ഷൻ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തുനിന്നും പോകാൻ പറ്റണം. കൊണ്ട് ഇപ്പം നമ്മുടെ ചാനൽ ഒരു ഭാഗത്ത് തന്നെ ഒരു ഫ്ലൈ ഓവർ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കുന്നുകൂടുന്ന ബ്ലോക്ക് നേരെ ചെന്നിട്ട് അടുത്ത ജംഗ്ഷനിലേക്ക് ചെന്ന് അടിഞ്ഞുകൂടരുത്. കണ്ട റൈറ്റ് സൈഡിൽ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്തായാലും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പണ്ടത്തെ NH-17 റോഡാണ്. ആക്ച്വലി ഇന്ന റോഡ് ഉണ്ടാകത്തില്ല കേട്ടോ. അത് ഇതിനൊപ്പം തന്നെ NH-66 കംപ്ലീറ്റ്ലി മിക്സഡ് ആകുമ്പോൾ പിന്നെ നമ്മുടെ പഴയ റോഡിൻ്റെ ഓർമ്മ ഇനി ഉണ്ടാകത്തില്ല. അതൊരു സർവീസ് റോഡായിട്ട് മാറും. എന്തായാലും അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ ഇട്ടതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും റീഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് ചാനൽ ഭാഗങ്ങളിൽ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ NH-17 പണ്ടത്തെ റോഡ്. എന്തായാലും ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും. നമ്മളെന്തായാലും അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കട്ടപ്പൊടി എന്ന് പറഞ്ഞാൽ കട്ടപ്പൊടിയാണ്. നമ്മളാ ഒരു ഭയങ്കര ഒരു പാടാണ്. കാരണം മഴ സമയത്ത് ചെളിയും അതുപോലെ ചൂട് സമയത്ത് പൊടിയും. പിന്നെ സൂക്ഷ്യം കണ്ടും പോയില്ലെങ്കിൽ പണി പാളും, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം തലതല്ലി വരാൻ ചാൻസ് കൂടുതലാണ്. കണ്ട ലെഫ്റ്റ് സൈഡിലെ പൊടി നോക്കി, ഒരു രക്ഷയില്ല. ആ അപ്പോൾ നമ്മുടെ മോളുടെ കയറി വർത്താനം പറഞ്ഞത് പൊളിച്ചായിരുന്നു. എന്തായാലും അപ്പോൾ നമ്മളിതാ ചാനൽ സീനഭാഗത്ത് തരാറുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പള്ളി പൊളിച്ചു മാറ്റിയായിരുന്നേ. എൻ്റെ അമ്മ ഒരു രക്ഷയുണ്ടായിരുന്നു. ആ പള്ളി പണ്ട് നല്ല സെറ്റപ്പ് ആയിരുന്നു. ഇപ്പോൾ ആ പള്ളിയുടെ ഓൾമോസ്റ്റും പോയി. പിന്നെന്തായാലും ആ പള്ളി എങ്ങോട്ട് മാറുമെന്നുള്ളത് കണ്ടറിയാം. അങ്ങനെ നമ്മളിതാ ചേന്നല്ലൂരിലുള്ള പുതിയ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നല്ല രീതിയിലുള്ള പില്ലർ വർക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റും ഇനിയുള്ള അപ്ഡേഷനും എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ വീഡിയോ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അങ്ങനെ നമ്മളിതാ ചാനൽ സിഗ്നൽ ഭാഗത്ത് എത്തി. കുറച്ച് നേരം കൂടെ സിഗ്നൽ വെയിറ്റ് ചെയ്യണമെന്നായിരുന്നു. കാണണ്ട ഇവിടുത്തെ പുതിയ ഫ്ലൈ ഓവറിൻ്റെ പില്ലർ വർക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, സിഗ്നൽ ഫ്രീ ആയിട്ട് എല്ലാ ജംഗ്ഷനിൽ നിന്നും പോകാൻ പറ്റിയാൽ മാത്രമേ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അകത്തോളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ബ്ലോക്ക് ഇനി അടുത്ത ജംഗ്ഷനിലേക്കായിരിക്കും കുന്നുകൂടാൻ പോകുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ജംഗ്ഷൻ ഫ്രീ ആയിട്ടും അതുപോലെ ട്രാഫിക് സിഗ്നൽ ഇല്ലാതെ പോകാൻ പറ്റണം. ഏറ്റവും നല്ലത് ഒരു ഇവാലുവേറ്റഡ് ഹൈവേ ആയിരിക്കുള്ളൂ, ഒരു 12-30 കിലോമീറ്റർ ലോങ് ഉള്ളത്. എങ്കിലേ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കംപ്ലീറ്റ്ലി സോൾവ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ കാണുന്നതാണ് ആ വ്യൂ. റൈറ്റ് സൈഡിലും സർവീസ് റോഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്തും ചില രീതിയിലൊക്കെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഇനി ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. പിന്നെ പൊടി ശല്യമാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ.